ഞാൻ ശ്രുതി കേട്ടോ. ഇന്ന് നമ്മൾ ബട്ടർ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ മുട്ടയ്ക്കൊക്കെ പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങയുടെ നീരില്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണും ടീസ്പൂണും രണ്ടാണ്. അത് പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർ തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് ഒരു 2 മുതൽ ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഒന്ന് പിരിഞ്ഞ രീതിയിലായി കിട്ടും. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് എന്ത് വേണമെങ്കിലും ബട്ടർ മിൽക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞോട് കൂടി തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ പിരിഞ്ഞ ഒരു രീതിയിലായിട്ട്. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ തന്നെ നമുക്കിത് എന്തിലേക്ക് വേണമെങ്കിലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ചിലർക്കെങ്കിലും ഇതിൻ്റെ ഒഴിക്കണ ആ ഒരു വിനാഗിരിയും നാരങ്ങ നീരും അളവ് എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത ചിലരെങ്കിലും ഉണ്ടായിരിക്കും. അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. വീണ്ടും കാണുന്നവരെ ബായ്.